അസ്സലാമു അലൈക്കും. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ സമാധാനമുള്ള മനസ്സുകളിൽ അസമാധാനം സൃഷ്ടിക്കാൻ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതായത് രാഷ്ട്രീയ ലാഭത്തിനും മറ്റു ഭൗതിക ലാഭത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഏത് രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ വെറും ഈമാൻ അങ്ങനെ വർദ്ധിപ്പിച്ച് കുത്തിരുന്നാൽ മതിയോ, അത് നമുക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാനുണ്ടോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈമാനുള്ളവർ എന്ത് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ചോദ്യം. അവിടെ നമ്മൾ ഈമാനിനെ കുറിച്ച് മാത്രം പറഞ്ഞത് നമുക്ക് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത് അതാണെന്നുള്ളതുകൊണ്ട് അതുള്ളവനാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതില്ലെങ്കിൽ ബാക്കി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യയിൽ ഫാഷിസം വളർന്നുകൊണ്ടിരിക്കുന്നു. വളരെ മാത്രമല്ല, ഇന്ന് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം പ്രകടിപ്പിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഇത് ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അതിൻ്റെ ബഹുസ്വരത എന്നത്, അഥവാ ഒരുപാട് വിശ്വാസങ്ങളും ഒരുപാട് ആചാരങ്ങളും ഒരുപാട് തത്വങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ജനങ്ങളുടെ ഒരു ഏകകമാണ് ഇന്ത്യ എന്നുള്ളത്. അത് ഇന്നും ഇന്നലെ ഉണ്ടായതല്ല, സഹസ്രാബ്ദങ്ങളായി നിലനിന്ന് പോന്നിട്ടുള്ള ഇന്ത്യൻ്റെ ആ സവിശേഷത. ആ സവിശേഷതയെ തകർത്ത് ഇന്ത്യയെ ജർമ്മനിയിലെല്ലാം ഉണ്ടായതുപോലെയുള്ള ഒരു ഏകശിലാത്മകമായ ഇന്ത്യയുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇന്നത്തെ ഇന്ത്യയുടെ സർക്കാരും അതിന് ശേഷമുള്ള അതുമായി ബന്ധപ്പെട്ട ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവ സ്വാഭാവികമായും അതിന് ഏറ്റവും വലിയ ശത്രുവായി തീരുന്നത് ഇസ്ലാമും മുസ്ലിങ്ങളുമാണ്. ആ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു മൊത്തത്തിലുള്ളൊരവസ്ഥ. ഇവിടെ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാൻ വളർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ തന്നെ ആ ഈമാനുള്ള ആളുകളെ സംരക്ഷിക്കുവാൻ ആവശ്യമായ സാഹചര്യങ്ങൾ അതെങ്ങനെയൊക്കെ ഉണ്ടാകണം ഓരോ സന്ദർഭത്തിലുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിലൂടെ തന്നെ. മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് നബി പ്രബോധന പ്രവർത്തനം ആരംഭിച്ചത് മുതൽക്കുള്ള 13 വർഷങ്ങൾ അദ്ദേഹം അനുഭവിക്കാത്ത പ്രയാസങ്ങളില്ല. അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന കാരണത്താൽ മാത്രം പച്ചയായി കൊല ചെയ്യപ്പെട്ടു. സുമയ്യ റളിയല്ലാഹു അൻഹ ഇസ്ലാമിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ്, പെണ്ണാണ്. ആ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലെ അവരുടെ മർമ്മഭാഗത്തേക്ക് ചുട്ട് പഴുത്ത ഇരുമ്പ് ദണ്ട് കുത്തി ഇറക്കിയിട്ടാണ് അവർ പെടഞ്ഞു മരിച്ചത്. ഇങ്ങനെ എത്രയെത്ര ആളുകൾ, ഇവർ കൊല്ലപ്പെട്ടത് എന്തിനു വേണ്ടിയാ? ഈ ആദർശം ഈമാൻ ഉൾക്കൊണ്ടു എന്നുള്ള കാരണത്താൽ മാത്രമാണ്. ആ കൊല്ലപ്പെടുന്ന സന്ദർഭത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ ശാന്തിയും സമാധാനവും അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പീഡനത്തിന്റെ പർവ്വത്തിലും ആദർശത്തിൽ നിന്ന് പിന്നോട്ട് പോകാതിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ അവരുടെ പ്രയാസങ്ങളെ കുറിച്ച് പറയുമ്പോഴും ആ പ്രയാസങ്ങളുടെ പർവ്വത്തിലും ഉയർന്ന അവസ്ഥയിലും അവരെന്തില്ല, അവർക്ക് വിശ്വാസത്തിൽ നിന്ന് ഒരു അളവ് പിന്നോട്ട് പോകാതിരുന്നത് എന്തുകൊണ്ടാ? ഈ സന്തോഷവും യഥാർത്ഥത്തിലുള്ള ശാന്തി അവർ അനുഭവിച്ചത് കൊണ്ടാണ്. നമ്മൾ ചരിത്രം പറയുമ്പോൾ നമ്മൾ കേൾക്കും ബിലാൽ റളിയല്ലാഹു അൻഹു മരുഭൂമിയിലെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ സ്വന്തം ശരീരത്തെ നഗ്നമാക്കിയിട്ട് കാലിന് കയറ് കെട്ടിയിട്ട് നെഞ്ചത്ത് വലിയൊരു കല്ല് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ വലിക്കുകയാണ് ബിലാലിനെ. വലിക്കുന്ന സന്ദർഭം മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ തൊലി കരിഞ്ഞിട്ട് മണം വരുമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. നിലത്തുള്ള ഈ മണല് കത്തിയിട്ട് തൊലി കരിഞ്ഞിട്ട് മണം വരിക. ഇങ്ങനെ ആ പീഡിപ്പിക്കപ്പെട്ട സന്ദർഭത്തിലും അദ്ദേഹത്തിന് പ്രയാസമുണ്ട്, പക്ഷേ മനസ്സിന് സമാധാനം. അതുകൊണ്ടാണ് അല്ലാഹു അഹദ് ആ സമയത്ത് പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്താ പറയാ, ബൈബിള് പറഞ്ഞ യേശുക്രിസ്തുവിനെ പോലെ, യഥാർത്ഥത്തിലുള്ള യേശുക്രിസ്തു അല്ല, എലി ലമ്മാ ശബക്താനി, പടച്ചോനെ എന്നെ എന്തിനാ കൈവിട്ടത് എന്ന് കാര്യമുണ്ടാവുക. യഥാർത്ഥത്തിലുള്ള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയല്ല. പക്ഷെ ബൈബിള് പറഞ്ഞ ഈസാ നബി അങ്ങനെയാണ്. കുരിശിൽ കിടന്നിട്ട് അദ്ദേഹം പടച്ചോനെ തള്ളി പറഞ്ഞിട്ട് മരിച്ചുപോയി എന്നാണ് ബൈബിൾ പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് മുഅ്മിനിന് മാത്രമേ കഴിയൂ. ഈ പീഡനങ്ങളുടെ പർവ്വത്തിലും അവൻ്റെ മനസ്സ് സമാധാനമാണ്. എന്തുകൊണ്ടാണ്? അവൻ അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതുകൊണ്ട്. ഈ പീഡനങ്ങൾ സഹിച്ചു.
ആ പീഡനങ്ങളുടെ കാലഘട്ടം ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആളുകളെ, തൻ്റെ അനുയായികളെ പറഞ്ഞയച്ചു നജാഷിയുടെ അടുത്തേക്ക്, അബ്സീനിയയിലേക്ക്, എത്യോപ്യയിലേക്ക്. എന്തിനാ? പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. അവിടേക്കും പോയി അവര് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. ഈ ആളുകൾ അവിടെ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മക്കാ മുശ്രിക്കുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിക്കാത്ത പീഡനങ്ങളുണ്ടോ? ഒട്ടകത്തിന്റെ കൂടൽമാല അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നമസ്കരിക്കുന്ന സമയത്തിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും അവരുടെ കുടുംബവുമെല്ലാം, ബനൂ ഹാഷിം കുടുംബവുമെല്ലാം ഷിഅബ് അബീ താലിബിന്റെ മലഞ്ചെരുവിൽ വർഷങ്ങളോളം പച്ചിലയും പച്ചവെള്ളവും മാത്രം കുടിച്ച് ജീവിച്ചില്ലേ? എന്തിനാ? ഈ ആദർശം അനുസരിച്ച് ജീവിച്ചു എന്നുള്ളത് കൊണ്ട്. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താ? ഈ പ്രയാസങ്ങൾ ഇല്ലാതെയാക്കാൻ അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു. അവിടുത്തെ ഗോത്രാധിപത്യ നിയമങ്ങളെ, ഗോത്രാധിപത്യത്തിലെ അവസ്ഥകളെ പരമാവധി ഈ അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അതോടൊപ്പം തന്നെ വിശ്വാസികളുടെ മനസ്സിൽ ഈ ഈമാൻ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഈ വിശ്വാസി സമൂഹത്തോട് വെറുപ്പുള്ളത് കൊണ്ട്, വിശ്വാസത്തോട് വെറുപ്പുള്ളത് കൊണ്ട്, ഇസ്ലാമിനോട് എതിർപ്പുള്ളത് കൊണ്ട്, ഇസ്ലാമിന് എതിരെയുള്ള ശക്തമായ ആക്രമണം നടക്കുമ്പോൾ ആ വെറുപ്പുള്ള ആളുകളുടെ മനസ്സിലേക്ക് ഈ സമാധാനത്തിന്റെ സന്ദേശം ഇട്ടുകൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ദാറുൽ അർഖമിലെ എണ്ണങ്ങളിൽ നിന്ന്, കയ്യിലെണ്ണാവുന്ന ആളുകളിൽ നിന്ന്, ദാറുൽ അർഖമിലെ കയ്യിൽ വിരലിലെണ്ണാവുന്ന ആളുകളിൽ നിന്ന് ഇസ്ലാമിക സമൂഹം വലുതായി 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 വന്നു. ആ വലുതായത് ആരാണ്? ഇന്നലെ ഖത്താബിന്റെ പട്ടി മുസ്ലിമായാലും ഉമർ മുസ്ലിമാകൂല എന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ. അത് പറയാൻ കാരണം എന്താ? ഇസ്ലാമിനോടുള്ള വെറുപ്പ് കൊണ്ടാണ്, ഇസ്ലാമിനോടുള്ള എതിർപ്പ് കൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകൾ അടക്കം ഇസ്ലാമിനകത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. ആ വരവ് എവിടെ വരെ എത്തി? ആ വരവ് എവിടെ വരെ എത്തി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതാന്ത്യം നടക്കുമ്പോൾ, പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകനെതിരെ യുദ്ധത്തിന് വന്ന, ആ യുദ്ധങ്ങളുടെ മുഴുവനും തലച്ചോറായിരുന്ന അബൂ സുഫിയാൻ ഇസ്ലാമിലാണ്. ഉഹദിലെ പരാജയത്തെ കുറിച്ച് സൂചിപ്പിച്ചു. ഉഹദിലെ പരാജയത്തിന് കാരണമായ തലച്ചോറായി ഭവിച്ച ഖാലിദ് ബിൻ വലീദ് മുസ്ലിമാണ്. ഇങ്ങനെ ഇസ്ലാമിനെ എതിർക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആന്റെ സന്ദേശവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഉക്കാള ചന്തയിൽ ഖുർആനിന്റെ ആയത്തുകൾ വിശദീകരിക്കാൻ വേണ്ടി, ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൽപ്പിക്കാൻ വേണ്ടി റസൂൽ അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഖുർആൻ റസൂൽ ഓതും. ആ സമയത്ത് അപ്പുറത്ത് സുഹൈൽ ബിൻ അംർ എന്ന ഖുറൈശി, അദ്ദേഹത്തിന്റെ സാമർത്ഥ്യം കൊണ്ട് തമാശകൾ പറഞ്ഞിട്ട് ഖുർആനിനെ നിന്ദിച്ചുകൊണ്ട് സംസാരിക്കും. ഈ ആളുകൾ ആ തമാശയിൽ കൂടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾ ശ്രവിക്കുവാൻ വരുന്ന ആളുകളെ വഴി തെറ്റിച്ചുകൊണ്ട് ആ നബി നിന്നക്ക് ആദ്യമകാലം മുതൽക്ക് തന്നെ നബി നിന്നയും ഇസ്ലാം നിന്നയും പറഞ്ഞുകൊണ്ടിരുന്ന സുഹൈൽ ബിൻ അംർ മുസ്ലിമായി. ഇതെല്ലാം എങ്ങനെയാണ്? ഈ സമാധാനത്തിന്റെ സന്ദേശം അവർക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്ത്യയിൽ ഇന്ന് മുസ്ലിങ്ങൾക്ക് പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികൾക്ക് കാരണം ഇന്ത്യയിൽ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ആ ജനാധിപത്യത്തിൻ്റെ വളരെ ചില പഴുതുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ആ ജനാധിപത്യത്തിൻ്റെ പഴുതുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫാഷിസ്റ്റുകൾ ഇന്ത്യയിൽ അധികാരത്തിലെത്തിയതാണ്. അതിന് ജനാധിപത്യത്തിൻ്റെ തന്നെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ താഴെ ഇറക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് ശക്തി നൽകാൻ നമുക്ക് സാധിക്കണം. ഒന്നാമതായി അതാണ് അവിടെ മുസ്ലിം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ജനാധിപത്യത്തിൻ്റെ പഴുതുപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണഘടനയുടെ തണലിൽ തന്നെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പച്ചയായി പറഞ്ഞാൽ, ജനാധിപത്യ ലോകത്ത് ജനാധിപത്യത്തിൻ്റെ
ടൂൾസ് അല്ലാതെ, ആയുധങ്ങളല്ലാതെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സമൂഹത്തിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് ന്യൂനപക്ഷത്തിൻ്റെ. അത് ലോകം അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. ആയുധങ്ങൾ എടുത്തുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ സായുധ സമരത്തിന് ഏറ്റവും അധികം പേര് കേട്ട LTTEക്ക് തമിഴന്മാരുടെ പ്രശ്നം പരിഹരിച്ച് ശ്രീലങ്കയിൽ മുന്നോട്ട് പോകാൻ കഴിയണമായിരുന്നു. ഇന്ന് ആ പേര് തന്നെ തമിഴന്മാരെ സംബന്ധിച്ചിടത്തോളം, ശ്രീലങ്കയിലെ തമിഴന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് സായുധമായ സമരമല്ല, മറിച്ച് നിയമപരമായ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ടുള്ള, ജനാധിപത്യത്തിന്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സമരപാട്, ആ ബുദ്ധിപരമായ സമരപാട് ആ തലത്തിൽ ഇന്ത്യയിൽ നടക്കേണ്ടത്. അതിന് രാഷ്ട്രീയമായ മുന്നേറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാകേണ്ടത്. രാഷ്ട്രീയമായ സമരമാണ് അവിടെ നടക്കേണ്ടത്. രണ്ടാമതായി, മുസ്ലിം എന്നുള്ള നിലക്ക് നമുക്ക് ചെയ്യുവാനുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനം നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഒന്ന് മുഅ്മിനുകളെ ഈമാനികമായി വളർത്തിക്കൊണ്ടുവരിക എന്നത്. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നത്തെ സമാധാനത്തോടുകൂടി നേരിടാൻ, അള്ളാഹുവിൻ്റെ പടയാളികളായി തീരുവാനുള്ള ഹൃദയ നൈർമല്യം സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കുക. അതിന് തസ്കിയത്തുണ്ടാകണം, അതിന് ആളുകൾക്കിടയിൽ ഈമാനികമായ വളർച്ചയുണ്ടാകണം, അതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇസ്ലാമിനെ കുറിച്ച തെറ്റിദ്ധാരണകളും ഇസ്ലാമിനെ കുറിച്ച ഭയവും എല്ലാം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഫാഷിസ്റ്റുകൾ അവർക്ക് അനുകൂലമായ സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ ഇസ്ലാമിക ദഅവത്ത് വളരെ വ്യാപകമായി നടക്കണം, പ്രബോധന പ്രവർത്തനങ്ങൾ വ്യാപകമായി. ഇസ്ലാമോഫോബിയയാണ് ലോകത്തെങ്ങും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇസ്ലാമിനെ ഭീതിപ്പെടുത്തുകയും ഇസ്ലാമിനെ കുറിച്ച് ഭീതി വളർത്തുകയും, ഇസ്ലാമിനെ ഭീതിപ്പെടുത്തല്ല, ഇസ്ലാമിനെ കുറിച്ച് ഭീതി വളർത്തുകയും ചെയ്തുകൊണ്ടാണ് സാമ്രാജ്യത്വമാണെങ്കിലും ഫാഷിസമാണെങ്കിലും എല്ലാം അവരുടെ അധികാരത്തിലേക്ക് കയറിയിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഉപയോഗിച്ചത് ഇസ്ലാം എന്ന വളരെ ഭീതിതമായൊരു സാധനം വരാനുണ്ട്, അതിനെ പ്രതിരോധിക്കണമെങ്കിൽ ട്രംപിനെ പോലെയുള്ള ഒരു ശക്തനായ വംശീയവാദി തന്നെ വേണം എന്ന ബോധം അമേരിക്കൻ ജനതയിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ അധികാരത്തിലേക്ക്, വൈറ്റ് ഹൗസിലേക്ക് കയറിയത്. ഇതേ സംഗതി തന്നെയാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നത്. ഇന്ത്യയിൽ അറിഞ്ഞും അറിയാതെയും അവിടെയുള്ള ഭൂരിപക്ഷത്തിന്റെ നടുവിലേക്ക് പരിശുദ്ധ ഖുർആനിനെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ കുറിച്ചുള്ള ധാരണ പിശകുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അവിടെ വളരെ സമർത്ഥമായി അവർക്കനുകൂലമായ മാനസികാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. അവിടെ ദഅവത്തിന് പ്രബോധകന്മാർക്ക് വലിയ ബാധ്യതയുണ്ട്. അവർ ഇസ്ലാമിനെ തുറന്നു വെക്കണം, പരിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പച്ചയായി സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു വെക്കണം. അദ്ദേഹത്തിനെതിരെയുള്ള, ഖുർആനിനെതിരെയുള്ള, ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ, അതിൻ്റെ യാഥാർത്ഥ്യം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. ഇതാണ് ഇന്ന് ഇന്ത്യയിൽ നമുക്ക് ചെയ്യുവാനുള്ള ദൗത്യം. രാഷ്ട്രീയമായ പരിഹാരങ്ങൾ അവിടെ നടക്കണം, സാംസ്കാരിക പരിഹാരങ്ങൾ ഇങ്ങനെയും നടക്കണം. ഇത് രണ്ടും ഒരേ സമയത്ത് നടന്നു വരിക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് നമ്മൾ നിർവഹിക്കണം എന്നതാണ് അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്.